സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സർ, സ്വാഗതം. നമസ്കാരം സർ. അന്തരീക്ഷത്തിലുള്ളൊരു വാർത്തയാണ്, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നു. ഏറ്റവും വലിയ വാർത്താ തലക്കെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ടല്ലോ. ഈ പാറ്റ പാർട്ടി നമ്മുടെ പരീക്ഷ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തം മുഴുവൻ അദ്ദേഹത്തിനായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ചില സംഗതി കൂടി വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ, ഒന്ന് സുരേഷ് ഗോപി, ഒന്ന് കുര്യൻ സാറ്, ഇവർക്ക് 2 പേർക്കുമെതിരെ ഇവരുടെ സ്ഥാനം നിലനിർത്തുമോ അതോ ഇനി സദാനന്ദൻ മാസ്റ്റർ മന്ത്രിസഭയിൽ ഉൾപ്പെടുമോ, ഇക്കാര്യങ്ങളൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചും ഇത്തരം വാർത്തകളിൽ കാര്യമായി ശ്രദ്ധ കൊടുക്കാത്ത ഒരു പാർട്ടിയാണ്. കാരണം ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, ഇതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന UPA കോൺഗ്രസ് നേതൃത്വത്തിൽ നിരന്തരമായിട്ടുള്ള അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെ മറികടക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ BJPയുടെ ശൈലി അതല്ല. അതുകൊണ്ട് തന്നെ BJPയുടെ മുന്നണി ഇപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യമാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ പോലും അവിടെയൊന്നും ഒരു വിധത്തിലുള്ള അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നമുക്ക് തീരെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മുന്നണിയുടെ ആവശ്യം അല്ലെങ്കിൽ ഘടകകക്ഷിയുടെ ആവശ്യം എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മന്ത്രിസഭാ അഴിച്ചുപണിയുടെ യാതൊരു സാഹചര്യവും ഇല്ല. ഇനി പാർട്ടിക്കുള്ളിൽ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, കാലാവധി പൂർത്തിയാകുമ്പോൾ, ഇപ്പോൾ രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ അയാൾക്ക് പകരം വേറൊരാൾ മന്ത്രിയാകും എന്നുള്ള വാർത്തകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. കാരണം അതിലൊരു യുക്തി ഉണ്ടല്ലോ. മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളിന്റെ കാലാവധി കഴിഞ്ഞു, അപ്പൊ പിന്നെ മന്ത്രിയായിട്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു മന്ത്രി വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ജോർജ് കുര്യന്റെ കാര്യത്തിന് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനു മുമ്പ് മന്ത്രിയായ V മുരളീധരനെ നോക്കൂ. V മുരളീധരനും ഇതേപോലെയുള്ള രീതിയിൽ നോമിനേറ്റ് ചെയ്ത് രാജ്യസഭാ MP ആയി. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ MP സ്ഥാനം അവസാനിക്കുന്നു, ഉടനെ അദ്ദേഹത്തെ മാറ്റും എന്നുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും ധാരാളമായിട്ട് വന്നു. പക്ഷേ അദ്ദേഹത്തിന് MP സ്ഥാനം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്, അദ്ദേഹത്തെ മാറ്റിയില്ല. ഇത് V മുരളീധരന്റെയോ കേരളത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല, BJP മന്ത്രിസഭയിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇതും എല്ലാ സംസ്ഥാനങ്ങളിലും BJP പിന്തുടർന്നു വരുന്ന ഒരു ശൈലിയാണ്. അതായത് ഒരു മന്ത്രിയെ ഒരു സ്ഥാനത്തിരുത്തിയാൽ ആ മന്ത്രിസഭയുടെ കാലാവധി വരെ ആ മന്ത്രിക്ക് തുടരാം എന്നുള്ള നിലയിലാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള L മുരുകൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെ പലരും പല സംശയങ്ങളും പറഞ്ഞു. പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. L മുരുകൻ തന്നെയാണ് ഇപ്പോഴും മന്ത്രിയായിട്ട് തുടരുന്നത്. അപ്പോൾ അത് കേവലം ഒരു വാർത്ത എന്നതിലധികം വലിയ പ്രാധാന്യമൊന്നും അതിൽ വരാൻ പോകുന്നില്ല. പിന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള അത് പൊതുവെ സ്വാഭാവികമായിട്ടും ഇപ്പോ ഒരു ട്രെയിൻ അപകടം ഉണ്ടായാൽ റെയിൽവേ മന്ത്രി രാജിവെക്കണം എന്ന് പറയാറുണ്ട്. അതുപോലെ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടായാൽ ധനകാര്യമന്ത്രി രാജിവെക്കണമെന്ന് പറയും. എന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ BJP ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരാൾ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് ആ വിഷയം അവസാനിക്കുമോ, അല്ലെങ്കിൽ പുതിയൊരാൾ ചാർജ് എടുത്തു എന്നുള്ളത് കൊണ്ട് ആ വിഷയം അവസാനിക്കുമോ? അങ്ങനെയുള്ള കോൺഗ്രസ് കാലഘട്ടത്തിലെ ശൈലി BJPക്ക് ഇല്ല. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, മറ്റൊരു രാജ്യം നമ്മളുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ ആ രാജ്യവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോയ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറയണ്ടേ? അപ്പോ അതുപോലെയുള്ള യുക്തി മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടിക്ക് ഈ യുക്തിയൊന്നും ബാധകമല്ലല്ലോ. അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ആഹ്വാനങ്ങൾ നടത്തുന്നു. ഒരു പ്രമുഖ നേതാവ് തങ്ങളുടെ പാർട്ടിക്കൊപ്പം ചേരും എന്നൊക്കെ വരെ ചില പ്രസ്താവനകൾ നടത്തുന്നു. അവർ ഓൺലൈൻ പ്രചാരണം മാത്രമാണെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അവർ പൊതുമധ്യത്തിലിറങ്ങി സമരാഹ്വാനം നടത്തുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ രാജിയും വലിയ വാർത്തയാകുന്നത്, രാജി വേണമെന്ന ആവശ്യവും വലിയ വാർത്തയാകുന്നത്. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ മൊത്തത്തിൽ അങ്ങ് എഴുതി തള്ളാൻ പറ്റുന്നൊരവസ്ഥയിലാണോ? ഈ വലിയ രീതിയിലുള്ള യുവാക്കളുടെ ഇടയിൽ വലിയ പ്രചാരം ആ പാർട്ടിക്ക് കിട്ടുന്നുമുണ്ട്.
അല്ല, കോക്രോച്ച് പാർട്ടിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിനു മുമ്പ് ഇതുപോലെ കടന്നു വന്ന മറ്റൊരു പാർട്ടിയുടെ കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. പിന്നെ അത് രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ രൂപാന്തരപ്പെടുന്ന കാലത്ത് ഇതാ വരുന്നു, ഇന്ത്യ മുഴുവൻ കീഴടക്കാൻ പോകുന്നു, ഗോവ പിടിക്കും, ഗുജറാത്ത് പിടിക്കും, ഗുജറാത്തില് 1% പോലും ഇല്ലാത്തടത്തു നിന്ന് ഇത്ര ശതമാനത്തിലേക്ക് ഞങ്ങൾ വളർന്നു, പഞ്ചാബിൽ പുതിയ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കി, ദേശീയ പാർട്ടി പദവിയിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പ്രധാനമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന മുദ്രാവാക്യം വരെ നമ്മൾ കേട്ടതാണ്. എന്നിട്ടിപ്പോ എവിടെ പോയി? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുനരവതാരമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി നിലവിലില്ല. എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം രാജ്യം നേരിടുന്ന സമയത്ത് വിദേശത്തേക്ക് ഒളിച്ചു പോകുന്ന പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലുള്ളത്. ലോകത്ത് ഒരു രാജ്യത്തും ഇതുപോലെ വിചിത്രമായ സ്വഭാവമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ല. ഇനി വിദേശത്തേക്ക് ഇങ്ങനെ ഒളിച്ചു പോകുന്ന സമയത്ത് എനിക്ക് പകരം ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇന്നയാൾ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞ ഒരാളെ ചുമതല ഏൽപ്പിക്കില്ല. കാരണം പ്രതിപക്ഷ ഉപനേതാവും ഇല്ല. പിന്നെ പ്രതിപക്ഷ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയില്ല, കഴിവില്ല, കാഴ്ചപ്പാടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഓപ്പോസിഷൻ ബെഞ്ചില് ഒരു വലിയ വാക്വം, ഒരു വലിയ ശൂന്യത രൂപപ്പെട്ടു. ഈ വാക്വത്തിലേക്കാണ് ഈ പാറ്റയും പഴുതാരയും എല്ലാം കയറി വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയും പ്രതിപക്ഷം തന്നെ ഇല്ലാതെ അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ താഴെയിരിക്കേണ്ടിടത്ത് താഴെയിരുന്നില്ല നായ കയറിയിരിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ പോലെ കയറിയിരിക്കാൻ വന്ന പാറ്റയും പഴുതാരയും ഒക്കെയാണ് ഇത്. അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം അതിന് കിട്ടാൻ പോകുന്നില്ല. കാരണമുണ്ട്, സോഷ്യൽ മീഡിയയിൽ വിപ്ലവം നടത്താൻ എല്ലാവർക്കും എളുപ്പമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വിപ്ലവം നടത്തുന്നവർ തെരുവിലേക്ക് ഇറങ്ങി 1-2 ദിവസത്തെ പ്രകടനം നടത്തും എന്നല്ലാതെ ജനങ്ങളുടെ വോട്ട് മേടിക്കണമെങ്കിൽ ജനങ്ങളോടൊപ്പം അവർ നിൽക്കണം, ജനകീയ വിഷയങ്ങളിൽ ഇടപെടണം, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അവർ പഠിക്കണം. ഇതിപ്പോ സെൻസേഷണലായി വരുന്ന ഏതെങ്കിലും ഒരു ന്യൂസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻസേഷണലായ മറ്റൊരു മൂവ്മെന്റ്, അതും ഡിജിറ്റലായിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഫിസിക്കലായിട്ടുള്ള മൂവ്മെന്റ് അല്ല. അങ്ങനെയാണ് ഇവരുടെ നീക്കം. പിന്നെ ഇപ്പോ ബാംഗ്ലൂരില് അല്ലെങ്കിൽ ഡൽഹിയിൽ ഞങ്ങൾ റാലി നടത്തും, ഞങ്ങൾ മറിച്ചിടും എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് സ്വാഗതം എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ അങ്ങ് മറിച്ചിടാൻ ഇന്ത്യ ഏതെങ്കിലും ഒരു ചെറു രാജ്യമല്ല. 16 രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കോക്രോച്ച് മൂവ്മെന്റുകൾ പല പേരുകളിൽ വരികയും ആ 16 രാജ്യങ്ങളിലെ അധികാരത്തെ അട്ടിമറിക്കുകയും ചെയ്ത ചരിത്രം വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഞാൻ ആ രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒന്നും 1 കോടി പോലും ജനസംഖ്യയില്ല. ഏതായാലും ലക്ഷങ്ങൾ മാത്രം ജനസംഖ്യയുള്ള, അല്ലെ കൂടി വന്നാൽ നമ്മുടെ ബംഗ്ലാദേശ്, അവിടുത്തെ പോലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അല്ലല്ലോ കേരളത്തിലുള്ളത്, അല്ലെ ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ കഴിവുള്ള പാറ്റയോ പഴുതാരയോ ഒന്നും ഇന്ത്യയിൽ ഇതുവരെ ഉദയം ചെയ്തിട്ടില്ല, ഒട്ട് ചെയ്യാനും പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മറുനീക്കം ഇവിടെ BJPക്ക് അല്ലെങ്കിൽ RSSന് അതല്ലെങ്കിൽ സംഘപരിവാറിന് സംഘടിപ്പിക്കാൻ കഴിയും. അത് സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടു വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയോധ്യ കേസ് പോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടിയെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിന് ഭരണ തുടർച്ചകൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷം ചിന്നിച്ചെതറിയ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാന്യമായൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ഇപ്പോൾ തകർന്നടിഞ്ഞൊരവസ്ഥയുണ്ട്. തമിഴ്നാട്ടിൽ DMK മുന്നണി വിടുന്നു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ഒരു ഭാവിയില്ല എന്ന് തിരിച്ചറിവിൽ നിൽക്കുന്ന ആ യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പേസിൽ ഒരു കക്ഷി വരുന്നത്. അതിന് പ്രതിപക്ഷത്തെ പല പ്രമുഖരും തുറന്ന പിന്തുണയും കൊടുക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? അതായത് പ്രതിപക്ഷത്തിന്റെ പരാജയത്തെ പരിപൂർണമായും കോക്രോച്ച് പാർട്ടി മുതലെടുക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ ഏറ്റവും അപഹാസ്യമായ ഒരു കാര്യം, ഈ പാർട്ടിക്ക് പിന്തുണ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് വരെയുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ DMK എന്ന് ഞാൻ പറയുന്നില്ല, DMKയുടെ നിലപാട് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് വരെയുള്ള പാർട്ടികൾ ആ ഒരു നിലപാടെടുക്കുമ്പോൾ അവർ സ്വയം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷം പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു, ഇനി ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാം, നിങ്ങൾ നയിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ
അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ നേതാക്കളും ഒറ്റക്കെട്ടായി പറയുകയാണ്, ഞങ്ങൾ തോറ്റു, പാറ്റ ജയിച്ചു, അതുകൊണ്ട് പാറ്റ പാർട്ടി സിന്ദാബാദ് എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് പോകേണ്ടി വരികയാണ്, കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനും തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിനും പോകേണ്ടി വരികയാണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം പരിതാപകരമായി തകർന്നടിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രതിപക്ഷം എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് അത്. അതുകൊണ്ട് ഇത് ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പിക്കല്ല, ഡാമേജ് ഉണ്ടാക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തിനാണ്, ഇന്ത്യ മുന്നണിക്കാണ്. ശരി, നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ സദാനന്ദൻ മാസ്റ്റർ മന്ത്രിയാകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. കാര്യം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പരാമർശിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പുതിയ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹം ബി ജെ പിക്ക് നൽകിയ സംഭാവന വെച്ച് പരിഗണിക്കുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കണം. അവസാനം അതുകൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സർപ്രൈസ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു സ്വഭാവമായി ഇപ്പൊ മാറിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സർപ്രൈസ് ആയിരുന്നു, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി സർപ്രൈസ് ആയിരുന്നു, ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസുകളാണ് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലവും സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് സർപ്രൈസുകൾ എപ്പോഴും പ്രതീക്ഷിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ളതായി കഴിയുമ്പോൾ അത് സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ സദാനന്ദൻ മാഷ് മന്ത്രിയാകുന്നു എന്ന് പറയുമ്പം അത് പറഞ്ഞു കഴിഞ്ഞു, അത് ചർച്ചയായി കഴിഞ്ഞു. ഇനിയിപ്പോ അദ്ദേഹം മന്ത്രി ആയാലും അത് സർപ്രൈസ് ആവില്ല. എന്നാൽ നോക്കൂ, പി ടി ഉഷ ഇവിടുന്ന് എം പി ആയിരുന്നു. ആ സമയത്ത് ആരും പി ടി ഉഷ സ്പോർട്സ് മന്ത്രി ആകുമെന്ന് പറഞ്ഞില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കുക്ക്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇതൊക്കെ വാർത്തകളെ കുക്ക് ചെയ്തെടുക്കുന്ന പല ഫാക്ടറികളും നടത്തുന്നവരുടെ ഉൽപ്പന്നമായിട്ട് മാത്രം കണ്ടാൽ മതി. ശരി, നന്ദി.